കുറച്ച് ദിവസത്തെ ഇടവേളയെടുത്ത് ഇന്ദുചൂടനല്ല ഞാൻ വരെയായി പുതിയ റെസിപ്പിയുമായി. വെയിറ്റ് ലോസ് സീരീസിലെ അടുത്ത റെസിപ്പി അവോക്കാഡോ ടോസ്റ്റ് സാൻഡ്വിച്ച്. പാളിപ്പോയ ട്രാൻസ്ഫോർമേഷന് ശേഷം ഒരു ഉള്ളി എടുത്ത് ഞാൻ തന്നെ ട്രാൻസ്ഫോർമേഷനൊന്നും ഇല്ലാണ്ട് ചെറുതായി അരിഞ്ഞ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എക്സ്ട്രാ ഒത്തിരി വെജിറ്റബിൾസ് വെച്ച് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഏറ്റവും ഈസി ആയിട്ടുള്ള ഈ മെത്തേഡാണ് എനിക്കും ഏറ്റവും ഇഷ്ടം. അതിനായി നല്ല പഴുത്ത അവോക്കാഡോയാണ് ആവശ്യം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇങ്ങനെ അത് ബൗളിലേക്ക് വീഴുള്ളൂ. സത്യം പറഞ്ഞാൽ അവോക്കാഡോ സാൻഡ്വിച്ച് ആക്കിയിട്ട് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. വെയിറ്റ് ലോസ് സീരീസ് ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് ബ്രേക്ക് ആവും, എന്നാൽ സക്സസ് ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോയ സമയങ്ങളുണ്ട് കേട്ടോ. പക്ഷെ അത് നിർത്തുമ്പോൾ നേരെ തന്നെ വെയിറ്റ് തിരിച്ച് വരികയും ചെയ്യും. കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ മെയിൻ. ഇനി കഥ നിർത്താം. നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അവോക്കാഡോ നന്നായി സ്പൂൺ ഉപയോഗിച്ചോ ഫോർക്ക് ഉപയോഗിച്ചോട്ടോ സ്മാഷ് ചെയ്യാം. ബോയിൽ ചെയ്ത ഒരു മുട്ടയും കൂടി ആഡ് ചെയ്യാം. ശരിക്കും ഒരു മുട്ടക്ക് ഒരു ഹാഫ് അവോക്കാഡോ മതി കേട്ടോ. അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടും. പിന്നെ അതിലോട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ച സവോളയും കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങയും ഉപ്പിന് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. നമ്മുടെ ടോസ്റ്റിനുള്ള മെയിൻ ആൾ റെഡി ആക്കണം കേട്ടോ. ഇനിയിപ്പോൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് 4 വശം കട്ട് ചെയ്ത് മാറ്റണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനത് വെറുതെ കട്ട് ചെയ്തെന്ന് മാത്രം. ബ്രെഡ് ക്രംസിന് യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ. അതിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അവോക്കാഡോ എഗ് മിക്സ് ഇല്ലേ, അതും കൂടി വെച്ചാൽ സംഭവം റെഡി ആയിട്ടോ. പിന്നെ മറ്റേ സ്ലൈസ് ബ്രെഡും കൂടി വെച്ച് കട്ട് ചെയ്ത് കഴിക്കാം. ഇത് ചീസൊക്കെ വെച്ച് ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്നവരുണ്ട്, ടൊമാറ്റോ വെച്ചിട്ട് കഴിക്കുന്നവരുണ്ട്. എനിക്ക് പേഴ്സണലി ഇതാണ് ഇഷ്ടം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം തന്നെ ഒന്നും പറയുന്നില്ല. മടിയില്ലാത്തൊരു ദിവസം അടുത്ത റെസിപ്പിയായി കാണാം. അസ്സലാമു അലൈക്കും.